ഇന്നലെ വലിയ ജനകീയ പ്രഖ്യാപനങ്ങളാണ് പിണറായി വിജയൻ നടത്തിയത്. പെൻഷൻ വർധനയടക്കമുള്ള സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്ന നിലപാടിലാണ് പ്രതിപക്ഷമുള്ളത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ നടത്തിയ ഈ പ്രഖ്യാപനങ്ങൾ എങ്ങനെ നടപ്പാക്കും എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ശബരിമല അടക്കമുള്ള വിവാദങ്ങൾ മറയ്ക്കൽ മാത്രമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ പ്രതികരിക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തി നിൽക്കെ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ വോട്ടിനെ സ്വാധീനിക്കുമോ എന്നതാണ് പ്രതിപക്ഷ ക്യാമ്പിലെ പ്രധാന ചർച്ച. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തി 4 വർഷം കഴിഞ്ഞിട്ടും നടത്താതിരുന്ന പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ നടത്തിയതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അടുത്ത ആഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കും, മറ്റേ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ അസംബ്ലി പ്രഖ്യാപിക്കും. അപ്പോൾ ഈ 4.5 കൊല്ലത്തിലധികം കാലം ഇത് ചെയ്തില്ല. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചില്ല. 2500 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ 400 രൂപ കൂട്ടുന്നത് ആരെ കബളിപ്പിക്കാനാ? പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ പ്രഖ്യാപിക്കേണ്ടതല്ല എന്ന കെ.സി. വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഓർമ്മിക്കേണ്ട കാര്യമാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നാണ് മോഡി ചിന്തിക്കുന്നത്. അത് തന്നെയാണ് ശ്രീ പിണറായി ചിന്തിക്കുന്നത്. 2500 രൂപ പെൻഷൻ പാവപ്പെട്ട ജനങ്ങൾക്ക് മുൻകാല പ്രാബല്യത്തോടെ നൽകണമെന്ന് സണ്ണി ജോസഫ്. കുടിശ്ശിക തീർത്തു കൊടുക്കുമോ? ഇതിന് മുൻകാല പ്രാബല്യം നടപ്പിലാക്കുമോ? തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്ഷേമ പെൻഷൻ 2500 രൂപയായി മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുമോ? വമ്പൻ പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തുമ്പോഴും ഇതിനുള്ള സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏകദേശം 10,000 കോടി രൂപയുടെ അധിക ചിലവാണ് പുതിയ പ്രഖ്യാപനങ്ങളിലൂടെ സർക്കാരിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെയും ആരോഗ്യവകുപ്പിന്റെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള തുക പോലും പലപ്പോഴും അനുവദിക്കാൻ ധനവകുപ്പിന് കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ ഭീമമായ തുക അധികമായി എങ്ങനെ കണ്ടെത്തുമെന്ന ചോദ്യം ചർച്ചയാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.